റാണയെ ജീവനോടെ നമുക്കിത് ഇന്ത്യയിൽ കൊണ്ടുവരാൻ കഴിഞ്ഞ വലിയ നേട്ടമായിട്ടാണ് സർക്കാർ കാണുന്നത്. ഇപ്പോൾ റാണയെക്കുറിച്ചാണ് വാർത്തകളൊക്കെ വരുന്നത്. അപ്പോൾ വലിയ ഒരു ഭീകരാക്രമണമാണ് മുംബൈയിൽ നടന്നത്. അതിൻ്റെ പിന്നിലെ യഥാർത്ഥ പ്രതികളെ, ഇനിയും പുറത്തു വരാത്ത രഹസ്യങ്ങളെ ഒക്കെ പുറത്തു കൊണ്ടുവരാൻ കഴിയുമെന്നൊക്കെ വിശ്വാസമാണ് പൊതുവിലുള്ളത്. പക്ഷേ ആ വിശ്വാസം അങ്ങനെ നിൽക്കുമ്പോൾ ചേട്ടൻ്റെ ഒരു വീഡിയോ വളരെ വൈറലായി. ചില ആളുകൾ പറഞ്ഞു അതിനകത്ത് റാണയെ ഒന്നും ചെയ്യാൻ പോകുന്നില്ല, റാണയെ ഞൊട്ടും എന്ന് പറഞ്ഞ് ഒരു വീഡിയോ ചേട്ടൻ ചെയ്തു എന്ന് പറയുന്നു. അപ്പം നമ്മുടെ പ്രേക്ഷകരും ചോദിക്കുന്നുണ്ട്, TG എന്താ അങ്ങനെയൊക്കെ പറയുന്നത്, ഇത് വലിയ നേട്ടമല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അത് ഞാൻ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ കുറച്ച് സർക്കാസ്റ്റിക്കായിട്ട്, നമ്മൾ ഈ ഒരുപാട് അനുഭവങ്ങൾ കഴിയുമ്പോൾ സർക്കാസ്റ്റിക് ആകില്ല, നമ്മൾ സിനിക്കാവും. സർക്കാസ്റ്റിക് അല്ല, സിനിക്കാവും. അതാണ് കറക്റ്റ് വേർഡ്. അപ്പോൾ ഞാൻ ഇത് സങ്കല്പിച്ചു. ഇപ്പോൾ റാണയെ കയ്യിൽ കെട്ടി ചോദ്യം ചെയ്യുന്നു, ഒക്കെ ചെയ്യുന്നു. ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾക്കിതൊരു ഈ മനുഷ്യനെ കോടതിയിൽ ഹാജരാക്കണ്ടേ? ഇപ്പോൾ കോടതിയിൽ ഹാജരാക്കിയിട്ട് നിങ്ങളുടെ കസ്റ്റഡിയിൽ കിട്ടിയിരിക്കുന്നു. ഇത് കഴിഞ്ഞിട്ട് കസ്റ്റഡി കാലാവധി കഴിയുമ്പോൾ കോടതിയിൽ ഹാജരാക്കണം. വേണമെങ്കിൽ 1 മാസം കൂടെ ഞങ്ങൾക്ക് കസ്റ്റഡിയിൽ വേണമെന്നൊക്കെ പറയാം. NIA കോടതി ചിലപ്പോൾ കേസായതുകൊണ്ട് കിട്ടാം, സമ്മതിച്ചു എന്ന് വരും. ഇത് കഴിഞ്ഞ് ഫൈനലി നിങ്ങൾക്ക് ഇത് മജിസ്ട്രേറ്റ് കോടതിയിൽ ഇയാളെ ഹാജരാക്കിയേ പറ്റുള്ളൂ. നിങ്ങളുടെ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യലെല്ലാം കഴിഞ്ഞിട്ട് കസ്റ്റഡിയിൽ വെച്ച് റാണ വെളിപ്പെടുത്തുന്ന കാര്യങ്ങൾക്ക് എവിഡൻഷ്യറി വാല്യൂ ഇല്ല. എന്നെ തല്ലാൻ വരരുത്, അതില്ല. 165 ആണ് CRPC. 161. 161. ഇത് മുഴുവൻ കോടതിയിൽ നിഷേധിക്കാൻ റാണയ്ക്ക് സാധിക്കും. ഞാനിങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല. ഇവർക്കിത് വെച്ച് കൺഫ്രണ്ട് ചെയ്യാം. പ്രതിയെ നിങ്ങൾക്ക് 161 സ്റ്റേറ്റ്മെൻറ്റ് വെച്ച് കൺഫ്രണ്ട് ചെയ്യാം. നിങ്ങൾ അന്നിങ്ങനെ പറഞ്ഞതല്ലേ, ഇങ്ങനെ പറഞ്ഞതല്ലേ, അങ്ങനെ പറഞ്ഞതല്ലേ. ഇയാൾ പൂണ്ട കള്ളനാണെങ്കിൽ അയാളതിൽ ഉറച്ചു നിൽക്കും. ഞാൻ പറഞ്ഞിട്ടില്ല, ഞാൻ നിഷേധിക്കുന്നു. ഇയാളെ സംരക്ഷിക്കാൻ വലിയ വക്കീലന്മാരുണ്ടാകും. അതിന് കാരണം ഇയാൾ അന്താരാഷ്ട്ര കുറ്റവാളിയാണ്. ഞാൻ ഇടയ്ക്കൊന്നും ഇടപെട്ടോട്ടെ. അതായത് ഇത് റാണയുടെ കേസ് മാത്രമല്ലല്ലോ, എല്ലാ കേസുകളിലും പോലീസിൻ്റെ കസ്റ്റഡിയിൽ 161 ആണെങ്കിലും 165 ആണെങ്കിലും ഒക്കെ പിന്നീട് മാറ്റി പറയാൻ പ്രതിക്ക് അവകാശമുണ്ട്. അപ്പോൾ പിന്നെ റാണയ്ക്ക് മാത്രമായിട്ട് കിട്ടുന്ന ഒരു അവകാശമൊന്നുമല്ല, അവസരവുമല്ല. അല്ല, ഞാൻ പറയുന്നത് ഈ റാണ വെളിപ്പെടുത്തി എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഒരുപാട് മസാല കിട്ടും. ഇങ്ങനെ ചെയ്തു, ഹിന്ദു ടെറർ ഓർഗനൈസ് ചെയ്തു, അത് ചെയ്തു, ഇത് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരുപാട് കഥകൾ. പലരും പുസ്തകങ്ങൾ എഴുതും. പല റിട്ടയർഡ് NIA ഉദ്യോഗസ്ഥന്മാർ TV ചർച്ചയിൽ ഭംഗിയായിട്ട് പെർഫോം ചെയ്യും. പല പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കും സമാനമായ പല വെളിപ്പെടുത്തലുകളും കഥകളും ഒക്കെ പറയാനുണ്ടാകും. തഹാവൂർ റാണയുടെ കൊച്ചി കണക്ഷൻ എന്ന് പറഞ്ഞ് വീഡിയോ ചെയ്ത് ആൾക്കാർ പോപ്പുലറാവും. ഉണ്ട്, കൊച്ചി കണക്ഷൻ ഉണ്ട്. ബട്ട് തഹാവൂർ കേസിൻ്റെ കാര്യം നോക്കുക. തഹാവൂർ റാണ ഇത് നിഷേധിക്കുന്നു. നിങ്ങൾ ഇതിനെല്ലാം തെളിവ് കൊടുക്കണം. ഈ സമയത്താണ് തഹാവൂർ റാണയുടെ FIR റദ്ദാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് കപിൽ സിബൽ വക്കീലാക്കിയിട്ട് ഒരു മുസ്ലിം ഗ്രൂപ്പ്, ഇമാംസ് കൗൺസിലോ ആരെങ്കിലും ഈ സാധനം തഹാവൂർ റാണ മുസ്ലിമാണ് എന്ന് മനസ്സിലാക്കുക, പാകിസ്ഥാൻകാരനാണ് എന്ന് മനസ്സിലാക്കുക. ഇപ്പോൾ നിൽക്കുന്നത് കനേഡിയൻ പാസ്പോർട്ടിൻ്റെ പുറത്ത് അമേരിക്കയിൽ താമസിച്ച് ഒരുപക്ഷെ അമേരിക്കയുടെയും കാനഡയുടെയും പാസ്പോർട്ട് ഉണ്ടാകും. ബട്ട് ബേസിക്കലി ആൾ പാകിസ്ഥാനിയാണ്. ഈ പാകിസ്ഥാനിക്ക് എത്ര വലിയ സപ്പോർട്ടാണ് ഇന്ത്യയിലുള്ളതെന്നറിയാം. ഒരു പാകിസ്ഥാൻ പൗരനാണെന്ന് കണ്ടു കഴിഞ്ഞാൽ അയാളെ സപ്പോർട്ട് ചെയ്യാൻ സുപ്രീം കോടതിയിൽ കുറഞ്ഞതൊരു 15 വക്കീലന്മാരുണ്ടാകും. പേര് പറഞ്ഞു വരുന്നത് അതിനകത്ത് മലയാളികളും വരും. ഞാൻ വെറുതെ പേര് പറഞ്ഞ് അതൊരു പ്രശ്നമാക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. അറിയാവുന്നവർക്കറിയാം, പത്രം വായിക്കുന്നവർക്കറിയാം ഏതൊക്കെയാണ് വക്കീലന്മാർ. അവർ പ്രോ ബോണോ ഹാജരാകും. കാരണം അവർക്ക് കിട്ടുന്ന പൈസ ബ്ലാക്കായിരിക്കും. അതുകൊണ്ട് അവർ പ്രോ ബോണോ ഫ്രീ ആയിട്ട് മനുഷ്യാവകാശത്തിന് വേണ്ടിയിട്ട്. അതിൽ മനുഷ്യാവകാശം, പിന്നെ ഈ ഒരു കനേഡിയൻ പൗരനെ ഇന്ത്യയിൽ വിചാരണ ചെയ്യാമോ എന്നുള്ള ചോദ്യം, ഇതൊക്കെ ഉന്നയിക്കുന്നത് കപിൽ സിബലായിരിക്കും. UN മനുഷ്യാവകാശ കമ്മീഷനിൽ 1973 ഇന്ത്യയും കൂടെ ഒപ്പിട്ട കൺവെൻഷൻ, 137 രാജ്യങ്ങൾ ഒപ്പിട്ട കൺവെൻഷൻ. ആ കൺവെൻഷൻ്റെ സെക്ഷൻ 17(3) അല്ലെങ്കിൽ 44B സംതിങ്
അതിൽ ഇങ്ങനെ ഈ മറ്റൊരു പൗരനെ ഇവിടെ വിചാരണ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് മാത്രമല്ല അയാളുടെ സുഖസൗകര്യങ്ങൾ, അയാളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കേണ്ടത് നമ്മളാണ് എന്ന് പറഞ്ഞുള്ള പോയിൻ്റ് അതായിരിക്കും അഭിഷേക് മനു സിംഗ്വി റേസ് ചെയ്യുന്നത്. എങ്ങനെ പോയി കഴിഞ്ഞാലും കോടതി പറയും നമുക്ക് ഇയാൾക്ക് ജാമ്യം കൊടുക്കാമെന്ന് പറയും. ഇതൊക്കെ നമ്മുടെ കൺമുമ്പിൽ നടന്നതാണ്. യാക്കൂബ് മെമൻ നമ്മൾ തൂക്കിക്കൊല്ലാൻ തീരുമാനിച്ച ആളാണ്. യാക്കൂബ് മെമനെ തൂക്കിക്കൊല്ലാൻ തീരുമാനിച്ച് നാളെ വെളുപ്പിനെ തൂക്കിക്കൊല്ലണം. ഇന്ന് രാത്രി 10:30 മണിക്ക് അയാളുടെ കേസ് സുപ്രീം കോടതിയിൽ ഒരു സ്പെഷ്യൽ കേസായിട്ട് മൂവ് ചെയ്യുന്നു. രജിസ്ട്രാറുടെ അടുത്ത് കൊടുക്കുന്നു. രജിസ്ട്രാർ ചീഫ് ജസ്റ്റിസിനെ വിളിക്കുന്നു. ചീഫ് ജസ്റ്റിസ് 2 ജഡ്ജിമാരെ ചുമതലപ്പെടുത്തുന്നു. രാത്രി 1:30 മണിക്കോ മറ്റോ ഈ കേസ് കേൾക്കുന്നു. ഫൈനലി 6 മണിക്ക് മുമ്പ് തൂക്കിക്കൊല്ലണം എന്ന് പറഞ്ഞിട്ട് ഡെത്ത് വാറൻ്റ് ഇറക്കിയ മനുഷ്യനാണ്. അതിൽ ഈ ഫൈനൽ ഇതുണ്ടല്ലോ, നമ്മളുടെ കേസ് ജയിച്ചു കഴിയുമ്പോൾ റിവ്യൂ കഴിയുമ്പോൾ ഒരെണ്ണം കൂടെ ഉണ്ട്, ക്യൂറേറ്റീവ് പെറ്റീഷൻ. ആ ക്യൂറേറ്റീവ് പെറ്റീഷൻ കേട്ടത് ഈ വിധിച്ച 3 ജഡ്ജിമാരല്ല. ഒരു ജഡ്ജി റിട്ടയർ ആയിപ്പോയിരുന്നു. അതുകൊണ്ട് വേറൊരു ജഡ്ജിയാണ് കേട്ടത്. ഇത് കേട്ടത് ശരിയായോ? ആ തീരുമാനം വരുന്നതുവരെ ഇയാളുടെ തൂക്കിക്കൊല മാറ്റി വയ്ക്കും. ഇങ്ങനെയൊക്കെ തർക്കം ഉന്നയിച്ച് അവസാനം അത് ശരി തന്നെയാണ്. ഒരാൾ റിട്ടയർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ മറ്റേ യു കനോട്ട് ഗോ ബാക്ക് ഇൻ ടൈം എന്നൊക്കെ പറഞ്ഞിട്ട് ജഡ്ജ്മെൻറ്റ് വന്നപ്പോൾ മണി 4:45. ഉറക്കമളച്ച് ഞാൻ TV നോക്കിക്കൊണ്ടിരുന്നു. 4:45 മണിക്ക് സുപ്രീം കോടതി ഇത് ക്ലിയർ ചെയ്യുന്നു. അത് കഴിഞ്ഞാലുള്ള സ്റ്റെപ്പുകൾ കഴിഞ്ഞിട്ട് ഈ മനുഷ്യനെ ആ സമയത്ത് തൂക്കി കൊല്ലണം. കൊന്നില്ലെങ്കിൽ പിന്നെ കൊല്ലാൻ പറ്റില്ല. എഗെയിൻ നിങ്ങൾ ഡെത്ത് വാറണ്ട് എന്ന് പറഞ്ഞ് ആദ്യം മുതൽ തുടങ്ങണം. തൂക്കിക്കൊല്ലാൻ സമയം ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അത് തെറ്റിക്കഴിഞ്ഞാൽ കഴിഞ്ഞു. അതല്ല ആ സമയത്ത് ഇയാൾ ബോധം കെട്ട് വീണോ ആശുപത്രിയിലായെന്ന് വെച്ചോ പിന്നെ കഴിഞ്ഞു. പിന്നെ എഗെയിൻ യു ഹാവ് ടു കംപ്ലീറ്റ് ദ പ്രൊസീജിയർ. ഇങ്ങനെയൊക്കെ ചെയ്ത ആൾക്കാരാണ് നമ്മൾ. യാക്കൂബ് മെമനും തഹാവൂർ റാണയും തമ്മിലുള്ള വ്യത്യാസം എന്താ? കൊന്ന ആളുകളുടെ എണ്ണത്തിലുള്ള വ്യത്യാസമാണ്. തഹാവൂർ റാണയുടെ ഓപ്പറേഷൻ മരിച്ചത് 166 പേര്. യാക്കൂബ് മെമൻ്റെ 131 133 മറ്റോ 10-30 പേരുടെ എണ്ണത്തിലുള്ള വ്യത്യാസമാണ് ഈ 2 ദുഷ്ടന്മാരും തമ്മിൽ. വയൽ യാക്കൂബ് മെമന് ഡയറക്റ്റ് ഇൻവോൾവ്മെൻ്റ് ഉണ്ടായിരുന്നു ബോംബിങ്. തഹാവൂർ റാണയ്ക്ക് ഡയറക്റ്റ് ഇല്ല, ഇൻഡയറക്റ്റാണ്. ഗൂഢാലോചന ആരോപിച്ച് ഈ ഭൂലോകത്ത് ഏറ്റവും ബുദ്ധിമുട്ട് പിടിച്ചൊരു സാധനമാണ് ഇന്ത്യൻ കോടതിയിൽ ക്രിമിനൽ ഗൂഢാലോചന തെളിയിക്കുക എന്നുള്ളത്. ഇന്ത്യൻ കോടതിയിൽ, ബാക്കിയുള്ള സ്ഥലത്തൊന്നും ഇത്രയുമില്ല. വേറൊരു കാഞ്ഞ പോയിൻ്റ് കൂടെയുണ്ട്. തഹാവൂർ റാണ അമേരിക്കൻ ജയിലിലായിരുന്നു. ഏത് കുറ്റത്തിന്? ഒന്ന്, ആ ഒരു പത്രസ്ഥാപനത്തിനെതിരെ ഒരു ആക്രമണം നടത്തി എന്നുള്ള കുറ്റം. 2, ലഷ്കർ എ തൊയ്ബയെ ഫൈനാൻസ് ചെയ്തു എന്നുള്ള കുറ്റം. 3ാമതൊരു കുറ്റം കൂടെ അവിടെ ഉണ്ടായിരുന്നു, ഇന്ത്യയിൽ താജിൽ സ്ഫോടനം അറേഞ്ച് ചെയ്തു എന്നുള്ള കുറ്റം. ആ കുറ്റത്തിന് സഫീഷ്യൻ്റ് തെളിവില്ല എന്ന് പറഞ്ഞുകൊണ്ട് മറ്റ് 2 കുറ്റങ്ങൾക്കാണ് ഇയാളെ വിചാരണ ചെയ്ത് ശിക്ഷിച്ച് 7 വർഷത്തോളം ജയിലിൽ കിടന്നു. നമ്മൾ അഡീഷണൽ തെളിവുകൾ കൊടുത്തിട്ട് നിങ്ങളുടെ കയ്യിലുള്ള തെളിവ് പോലെയല്ല ഇതാണ് എന്ന് പറഞ്ഞ് എക്സ്ട്രഡീഷന് വേണ്ടി നമ്മൾ ചെയ്തതിൽ അമേരിക്കൻ കോടതികൾ പറഞ്ഞു ഞങ്ങളുടെ മുമ്പിൽ ഈ തെളിവ് വന്നിട്ടില്ല. ബട്ട് എക്സ്ട്രഡീഷന് വേണ്ടിയിട്ട് ഇന്ത്യ കൊണ്ടുവന്ന തെളിവുകൾ ഇറ്റ് സീംസ് ഡിഫറെൻ്റ് ആൻഡ് വെരി സീരിയസ്. ദെയർഫോർ ഇയാളെ അങ്ങോട്ട് കൈമാറാം. ഇങ്ങനെയാണ് എക്സ്ട്രഡീഷൻ നടന്നിരിക്കുന്നത്. ഇതും കോടതിയിൽ അത് മിക്കവാറും പ്രശാന്ത് ഭൂഷണായിരിക്കും ഉന്നയിക്കുന്നത്. കാരണം അമേരിക്കൻ കോടതികൾ ഈ പ്രശ്നം അവരുടെ മുമ്പിലുണ്ടായിരുന്നു. അതിൽ കുറ്റക്കാരനല്ല, മറ്റ് 2 കുറ്റങ്ങൾ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഇയാളെ ശിക്ഷിച്ചത്. അപ്പോൾ അവർ കുറ്റക്കാരനല്ല എന്ന് പറഞ്ഞ് കണ്ട ഒരാളിനെ നമ്മൾ കുറ്റക്കാരനാണെന്ന് പറഞ്ഞ് വിചാരണ ചെയ്യുന്നത് അമേരിക്കൻ കോടതിയിൽ ഇന്ത്യൻ കോടതി അവിശ്വാസം രേഖപ്പെടുത്തുന്ന പരിപാടിയാണ്. അത് ചെയ്യാമോ? കോടതികൾ തമ്മിൽ ഒരു സ്റ്റാറ്റസിൽ വേണ്ട നിൽക്കാൻ. നമ്മളുടെ ഇപ്പോൾ തമിഴ്നാട് കേസിൽ ഒരു പ്രത്യേക രാജ്യത്തിൻ്റെ ഭരണഘടനയെ കൊണ്ടുവന്നിട്ടുണ്ടല്ലോ ആ ജഡ്ജി പർദിവാല. റിപ്പബ്ലിക് ഓഫ് കിരിബാൾട്ടി എന്ന് ഞാനിങ്ങനെ മാപ്പിങ്ങനെ നോക്കുകയാണ്, അങ്ങനെ ഒരു രാജ്യം കാണുന്നില്ല. കാര്യം അങ്ങനെ രാജ്യമുണ്ടെന്നും അതിന് ഭരണഘടനയുണ്ടെന്നും ആ ഭരണഘടന അനുസരിച്ചാണ് പുള്ളി തമിഴ്നാട്ടിലെ വിധി പറഞ്ഞിരിക്കുന്നതെന്നാണ് പുള്ളി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ന്യായങ്ങൾ വരുന്ന സ്ഥലമാണ് നമ്മുടെ സുപ്രീം കോടതി. ഇത് കേൾക്കുന്ന ജഡ്ജിമാരാണ് നമ്മളെ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്
ഈ സാധനം നീണ്ടുപോയിട്ട് അവസാനം എങ്ങുമില്ലാതെ പോകും. ഇതിനകത്ത് നമ്മൾ ഈ യാക്കൂബ് മേമൻ്റെ കാര്യം പറഞ്ഞപ്പോൾ എനിക്ക് പെട്ടെന്ന് വേറെ ഡിഫറൻ്റ് ആയിട്ടൊരു ആലോചന വന്നു. അതായത് യാക്കൂബ് മേമൻ്റെ കാര്യത്തിൽ ഡെത്ത് വാറണ്ട് നടപ്പാക്കുന്നതിന് തൊട്ടു മുമ്പ് വരെ നമ്മുടെ കോടതികൾ ഇത് കേട്ടു എന്നല്ലേ? അത് വേണമെങ്കിൽ നമുക്ക് പോസിറ്റീവായിട്ട് എടുത്തുകൂടെ? നമ്മുടെ നീതിന്യായ സംവിധാനം അത്രത്തോളം നീതി ഉറപ്പാക്കുന്ന ഒരു സംവിധാനമാണ്. അത് അപ്പോഴും നോക്കിയിട്ട് ഇയാൾ കുറ്റക്കാരനാണെന്ന് കണ്ടതുകൊണ്ടാണ് തൂക്കിലേറ്റിയത് എന്ന് പറഞ്ഞോടെ? അത് മറ്റുള്ളവർക്കും കിട്ടിക്കഴിഞ്ഞാൽ ഞാനത് പറഞ്ഞു. ഹരിയാനയിൽ പഞ്ചാബിലാണ് ഒരാൾ ലോകസമാധാനത്തിന് വേണ്ടിയിട്ടൊരു യജ്ഞം ചെയ്തു. വലിയ പന്തലൊക്കെ ഇട്ടിട്ട് 10,000 ആൾക്കാരൊക്കെ ഉണ്ട്. അയാൾക്കൊരു മകനുണ്ട്, 10 വയസ്സുള്ള മകൻ. ഈ ലോകസമാധാനത്തിൻ്റെ യജ്ഞത്തിൻ്റെ അവസാനം മകൻ്റെ കഴുത്ത് വെട്ടി അയാൾ ബലി കൊടുത്തു. ലോകസമാധാനത്തിന് വേണ്ടിയിട്ടാണ്, ഫോർ എ നോബിൾ കോസ് സ്വന്തം മകനെ അയാൾ അർപ്പിച്ചു. ഇതാണ് കേസ്. പഞ്ചാബ് ഹൈക്കോടതി ഇയാളെ തൂക്കിക്കൊല്ലാൻ വിധിച്ചു. അയാൾ അപ്പീലുമായിട്ട് സുപ്രീം കോടതിയിൽ വന്നു. സുപ്രീം കോടതി ഇൻ ലിമിനെ ഡിസ്മിസ് ചെയ്തു. ആരാന്നറിയാമോ? നമ്മളുടെ മനുഷ്യാവകാശത്തിൻ്റെ വാക്കിംഗ് ജസ്റ്റിസ് VR കൃഷ്ണയ്യർ. വാദം കേട്ടില്ല. VR കൃഷ്ണയ്യർ പറഞ്ഞു സച്ച് എ ഹൊറിബിൾ തിങ്. പിന്നെ പുള്ളിയുടെ ഓക്സ്ഫോർഡ് ഡിക്ഷണറിയിലുള്ള സകല വാക്കും വെച്ചിട്ട് ഒരൊറ്റ പാരഗ്രാഫ് അങ്ങനെ ഡിസ്മിസ് ചെയ്തു. വിചാരണയില്ലാതെ തൂക്കിക്കൊന്നു. വിചാരണയില്ലാതെ സുപ്രീം കോടതിയിൽ വിചാരണ ചെയ്യാതെ തൂക്കിക്കൊന്നു. ആ കോടതി ആരെയൊക്കെയാണ് ഇത് ചെയ്യുന്നറിയാം? യാക്കൂബ് മെമൻ, പിന്നെ രാജീവ് ഗാന്ധിയുടെ കൊലപാതകങ്ങൾ. അതിലാരെങ്കിലും തൂക്കിക്കൊന്നോ? കൊന്നില്ല. ഇന്ത്യൻ പ്രധാനമന്ത്രിയെ കൊന്ന ആൾക്കാരെ തൂക്കിക്കൊല്ലാതെ വെറുതെ വിട്ട ആൾക്കാരാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു സാധാരണ പൗരന് നീതി കിട്ടുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ആ സിസ്റ്റം നല്ലതാണെന്ന് നമുക്ക് പറയാം. അല്ലാതെ പണക്കാരനും സ്വാധീനമുള്ളവനും ചില പ്രത്യേക മതത്തിൽപ്പെട്ടവനും ചില പ്രത്യേക വക്കീലന്മാർ വാദിക്കപ്പെടുന്നവനും ഒക്കെ ആയ ആളിന് നീതി കിട്ടുന്നു എന്ന് പറയുന്നത് ആഘോഷിക്കാൻ പറ്റിയൊരു കാര്യമല്ല. അതിപ്പോൾ TG പറഞ്ഞു വരുന്നത് ഡൽഹി ലീഗൽ സർവീസസ് അതോറിറ്റി കൊടുത്തിരിക്കുന്ന 2 ഫ്രീ വക്കീലുമാർ സ്റ്റേറ്റ് ബ്രീഫാണ് ഇപ്പോൾ ഹാജരാകുന്നത്. അതൊക്കെ മാറിയിട്ട് കുറച്ചുകൂടെ കഴിയുമ്പോൾ സിറ്റുവേഷൻ മാറും. ഗടാഗടിയൻ വക്കീലന്മാർ വരാനിരിക്കുകയാണ്. സിറ്റുവേഷൻ മാറും. ബിക്കോസ് ഇതിന് ഒരു ടൈമിംഗ് ഉണ്ട്. അവർക്കറിയാം ഇപ്പം കയറി ഇതിനകത്ത് ഇടപെട്ട് കഴിഞ്ഞാൽ ആൾക്കാർ കവളം മടൽ, കടലാവണക്കം പത്തൽ തുടങ്ങി വെച്ചിട്ട് ഇവന്മാരെ അടിക്കും വഴിയിൽ. അതറിയാവുന്നതുകൊണ്ട് ഇപ്പോൾ അവർ പതുങ്ങിയിരിക്കുകയാണ്. അവർ വരും. അവർ ഉറപ്പായിട്ടും അവരുടെ ഇക്കോസിസ്റ്റം എത്ര ശക്തമാണെന്നറിയാം. ഭീകരമായിട്ട് അവർ വരും. ഇതൊരു മുസ്ലിങ്ങളെ അടിച്ചമർത്തുന്ന പ്രശ്നമായിട്ട് മാറും. തഹാവൂർ റാണ ഒരു മുസ്ലിം ഐക്കണാവും. അയാളെ രക്ഷിക്കാനായിട്ട് അസദുദ്ദീൻ ഒവൈസി ഇറങ്ങും. ഇമാംസ് കൗൺസിൽ ഇറങ്ങും. കേരളത്തിൽ ജാഥ നടക്കും. മനുഷ്യാവകാശത്തിൻ്റെ പേരിൽ ജാഥ നടക്കും. ഇത് RSS ഓർഗനൈസ് ചെയ്താണെന്ന് പറഞ്ഞിട്ട് അന്നൊരു പുസ്തകം ഇറക്കിയില്ല, ദിഗ്വിജയ് സിംഗ് കൊണ്ടുവന്നത്. ആ പുസ്തകം റീസൈക്കിൾ ചെയ്യപ്പെടും. ആ പുസ്തകം ഫസ്റ്റ് പ്രിൻ്റ് 25,000 കോപ്പിയാണ് അടിച്ചത്. 25,000 കോപ്പി. റോബർട്ട് ഫ്രോസ്റ്റിൻ്റെ നോവല് പോലും 5,000 കോപ്പി അടിക്കാറുള്ളൂ. ബെസ്റ്റ് സെല്ലേഴ്സൊക്കെ ലോകത്തെ എടുത്ത് നോക്കുക. ഫസ്റ്റ് കോപ്പി എന്ന് പറഞ്ഞാൽ 5,000, ഏറിയാൽ 10,000. ഇത് കവിഞ്ഞ് കോപ്പി അടിക്കാറില്ല. 25,000 കോപ്പീസ് അടിച്ച് ഈ പുസ്തകം പാകിസ്ഥാനിലെത്തിച്ചു, ശ്രീലങ്കയിലെത്തിച്ചു, ഒരുപാട് രാജ്യങ്ങളിലെത്തിച്ചു. ഒരുപാട് സ്ഥലത്ത് ഇപ്പോഴും അത് കെട്ടിക്കിടക്കുന്നുണ്ട്. അത് റീസൈക്കിൾ ചെയ്യപ്പെടും. അത് ഏറ്റുപാടാനായിട്ട് നമ്മളുടെ ചാനലുകളുണ്ടാകും, മീഡിയ ഉണ്ടാകും. ഇത് ഞാനീ പറയുന്നത് ഇത് സത്യമാകരുതേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ്. പക്ഷേ ഇത് സത്യമായ ഒരുപാട് അനുഭവങ്ങൾ കൺമുമ്പിലുള്ളതുകൊണ്ട് ഞാൻ ഈ ഒരു കാഴ്ച കാണുന്നു. ചില കാര്യങ്ങൾ കാണുമ്പോൾ നമുക്ക് ഇത് പോയി അവസാനിക്കാൻ പോകുന്നത് ഇന്നിടത്താണെന്ന് തോന്നുമല്ല. ഒരു ചെറുക്കൻ നാട് വിട്ട് പോയി എന്ന് പറയുമ്പോൾ നമുക്കപ്പം അറിയാം ഇവൻ ഇന്ന ഗാങ്ങിൽ പോയിട്ട് ഇപ്പോൾ അവൻ മംഗലാപുരത്ത് എത്തിയിട്ടുണ്ട്. നമുക്ക് പുറത്ത് പറയാൻ പറ്റുമോ അവിടെ എത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ താനെങ്ങനെ അറിഞ്ഞു എന്ന് ചോദിച്ചാൽ നമ്മളെ കുഴപ്പത്തില്ല. ബട്ട് ഇൻറ്റ്യൂഷൻ നമ്മളോട് പറയും. നമ്മൾ പലതവണ കണ്ടിട്ടുണ്ട് ഇവൻ അവിടെ ഇവിടെയൊക്കെ പോകുന്നത്. ആ കണക്ഷൻസ് വെച്ച് എക്സ്പീരിയൻസ് കൊണ്ട് നമുക്കിത് പറയാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഒരു സാങ്കല്പികമായ ഒരു സിനിക്കൽ സ്റ്റോറിയാണ് ഞാൻ ആ വീഡിയോയിൽ അവതരിപ്പിച്ചത്. അത് ഒരുപാട് പേരെ ഒഫൻഡ് ചെയ്തിട്ടുണ്ടാവും.
ബട്ട് കഴിഞ്ഞ ദിവസം നോക്കുക, ഈ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിക്കൽ, അതിൽ എത്രയോ പേരെ ശിക്ഷിച്ചിട്ടുണ്ടെന്നറിയാം. ബട്ട് ഒരു അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് വിവാഹമോചനത്തിനായിട്ട് വന്ന ഒരു സ്ത്രീയുമായി ഈ മജിസ്ട്രേറ്റ് അടുപ്പത്തിലാകുകയും അവരെ ഉപയോഗിക്കുകയും 2-3 വർഷം കഴിഞ്ഞപ്പോൾ അവരോട് പോയി പണി നോക്കാൻ പറയുകയും അവർ ഈ കേസുമായിട്ട് വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു. വിവാഹമോചനം നടന്നു കഴിയുമ്പോൾ ഞാൻ കല്യാണം കഴിച്ചോളാം, ഇതാണ് സംഭവം. അയാൾ കല്യാണം കഴിച്ചില്ല, ഒന്നും കഴിച്ചില്ല. പിന്നെ നോക്കിയപ്പോൾ അയാളുടെ ജോലി തന്നെ ഇതാണ്. ഇങ്ങനെയൊക്കെ ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് വരുന്ന സ്ത്രീകളെ സ്വാധീനിക്കാൻ എളുപ്പമാണ്. കാരണം അവർ ഭർത്താവുമായിട്ട് പിരിഞ്ഞ് ഒരു ആശ്രയമില്ലാതെ വല്ലാതെ കഷ്ടപ്പെട്ട് നിൽക്കുമ്പോൾ ഇറ്റ് ഈസ് ഈസി ടു ലൂർ ദം. ആൻഡ് ദിസ് ഫെലോ ഡിഡ്. അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ്, ബംഗാളിലാണ് കേസ്. ഈ സ്ത്രീ ഇത് ഫൈറ്റ് ചെയ്ത് സുപ്രീം കോടതിയിൽ എത്തിക്കഴിഞ്ഞപ്പോൾ സുപ്രീം കോടതി തിരിച്ച് വിധി എഴുതി. നിങ്ങൾക്ക് 11 വയസ്സുള്ള കുട്ടിയുണ്ട്, നിങ്ങൾക്ക് 38 വയസ്സാണ്, അയാൾക്ക് 46 വയസ്സുണ്ട്, നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും അറിയാം, നിങ്ങളൊരു ഡൈവോഴ്സ് കേസ് ഫൈറ്റ് ചെയ്ത ആളാണ്, അതാണ് ഇതാണ്. സോ നിങ്ങൾ ഇൻഫോംഡ് ഡിസിഷൻ എടുത്താണ് അയാളുടെ കൂടെ പോകാൻ. ആ ജഡ്ജിയുടെ ഡ്രൈവറും വേലക്കാരനും പറയുന്നു, ഞങ്ങൾ എന്ത് ചെയ്യാനാ സാർ, അവരുടെ മൊഴിയുണ്ട്, ഞങ്ങൾ എന്ത് ചെയ്യാനാ സാർ, ഓരോ ദിവസവും പുതിയ പുതിയ ആളിനെ കൊണ്ടുവരാൻ പറയും, പുള്ളി ഏർപ്പാടായിക്കോളും, ഇവരെ കൊണ്ടുവരികയും രാവിലെ കൊണ്ടുപോയി വിടുകയും ചെയ്യുന്ന ജോലി ഞങ്ങളുടെയാണ്, ഞങ്ങളത് ചെയ്തു, ഞങ്ങൾ വേലക്കാരല്ലേ, പുള്ളി പറഞ്ഞാൽ കേൾക്കണ്ടേ, മജിസ്ട്രേറ്റ് അല്ലേ. ഇതെല്ലാം റെക്കോർഡ് ചെയ്തിട്ട് കോടതി തിരിച്ചെഴുതി ഈ സ്ത്രീ അറിഞ്ഞുകൊണ്ട് പോയതാണ്, ഇനിയിപ്പോൾ ബലാത്സംഗം എന്ന് പറഞ്ഞാൽ സമ്മതിക്കാൻ പറ്റില്ല. അപ്പം ഇതുവരെ ശിക്ഷ വാങ്ങിച്ച പുരുഷന്മാർ എത്രയോ പേര് ശിക്ഷ വാങ്ങിയിരിക്കുന്നു. ബട്ട് അവരുടെ ഫ്രറ്റേണിറ്റിയിൽപ്പെട്ട ഒരാൾ, അയാൾ ഒരു ചെറിയ ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് ആണെങ്കിൽ പോലും ദേ വിൽ പ്രൊട്ടക്റ്റ്. ഡൽഹിയിൽ നോട്ട് കത്തി എന്നൊക്കെ പറഞ്ഞ് ഇപ്പം എന്തായി, എല്ലാവരും വിട്ടു. അങ്ങേര് അലഹാബാദ് ഹൈക്കോടതിയിൽ പോയി. അലഹാബാദ് ഹൈക്കോടതിയിലെ വക്കീലന്മാർ പറഞ്ഞു കാല് കുത്തിയാൽ ഞങ്ങൾ മുട്ടുകല തല്ലി ഓടിക്കും. ഒന്നും സംഭവിച്ചില്ല. ദേ മാനേജ്. എല്ലാ ഗോബ്ലിയൻസ് ഒക്കെ എന്തിന് റിട്ടയറായ ജഡ്ജിമാരെ അവർ രക്ഷിക്കും. എനിക്ക് വലിയ ബഹുമാനവും സ്നേഹവും മതിപ്പും ഒക്കെയുള്ള ആളാണ് ജസ്റ്റിസ് CN രാമേന്ദ്രൻ നായർ. അറിഞ്ഞോ അറിയാതെയോ അദ്ദേഹം ഒരു അബദ്ധം കാണിക്കും ഞാൻ വിചാരിക്കുന്നില്ല. ബട്ട് ഒരു FIR രാമേന്ദ്രൻ നായർ സാറിൻ്റെ പേർക്ക് വന്നു കഴിഞ്ഞാൽ അത് ക്വാഷ് ചെയ്യേണ്ടത് രാമേന്ദ്രൻ നായർ സാറാണ്. അത് പക്ഷേ വേറെ ആരോ കോടതിയിൽ പോവുക, അത് അഡ്മിറ്റ് ചെയ്യുക, എന്നിട്ട് FIR ക്വാഷ് ചെയ്യുക. കേട്ടുകേൾവി പോലും ഇല്ല. ദിസ് ഷുഡ് നോട്ട് ഹാവ് ബീൻ ഡൺ. രാമേന്ദ്രൻ നായർ സാറിന് ഒരു പരിഭ്രമം ഉണ്ടായില്ല ആ FIR. മറ്റാരോ പരിഭ്രമിക്കുകയും, ബട്ട് ഐ ഡോണ്ട് നോ ഹൗ ജുഡീഷ്യറി എൻ്റർടൈൻ ദാറ്റ്. എനിക്കെതിരെ ഒരു FIR ഇട്ട് കഴിഞ്ഞാൽ അത് ക്വാഷ് ചെയ്യാൻ ഞാനല്ലേ പോകേണ്ടത്. ഹൗ ക്യാൻ സംബഡി എൽസ് ഗോ? എ തേർഡ് പാർട്ടി കനോട്ട് ഇൻ്റർഫിയർ. ഈ പ്രിൻസിപ്പിളൊക്കെ നിൽക്കുമ്പോൾ പോലും ഓൾ ജുഡീഷ്യൽ പ്രിൻസിപ്പിൾസ് വിൽ ബി വയലേറ്റഡ് ഇഫ് യു ആർ എ മെമ്പർ ഓഫ് ദ ജുഡീഷ്യൽ ഫ്രറ്റേണിറ്റി. ഇതെല്ലാം കണ്ടിട്ട് ഞാനൊരു സിനിക്കൽ വ്യൂ, ജനറലി ഞാനത് ചെയ്യാറില്ല, ബട്ട് മോർ ആൻഡ് മോർ ദ അഫയേഴ്സ് ഇൻ ഇന്ത്യ ഈസ് ഫോഴ്സിങ് മീ ടു ടേക്ക് സച്ച് എ സിനിക്കൽ ആറ്റിറ്റ്യൂഡ്. അത് മേ ബി ഐ ഹാവ് ഒഫൻഡഡ്. ഐ ഹാവ് ഓൺലി അപ്പോളജീസ് ടു ഓഫർ ബിക്കോസ് മൈ എക്സ്പീരിയൻസ്. ഞാൻ എത്ര കാലമായി സുപ്രീം കോടതിയിലെ ജഡ്ജ്മെൻറ്റും സംഗതിയൊക്കെ കാണുന്നു. I didn't do a video on Supreme Court after this തമിഴ്നാട്. കാര്യം എന്താണെന്നറിയാമോ? 451 പേജുണ്ട്. ഞാൻ സാധാരണ ഒരു ജഡ്ജ്മെൻറ്റിനെ ക്രിറ്റിസൈസ് ചെയ്യുകയോ അപ്രീഷിയേറ്റ് ചെയ്യുകയോ ചെയ്യുകയാണെങ്കിൽ ഐ വിൽ റീഡ് ദാറ്റ്. അത് കഴിഞ്ഞിട്ട് ഞാൻ ചെയ്യും. അത് കഴിയുമ്പോൾ ആ വിഷയം മാറി എന്നൊക്കെ പറഞ്ഞിട്ട് ചിലപ്പോൾ ആ വീഡിയോ കാണുന്ന 10 പേരേ ഉണ്ടാവുള്ളൂ. അങ്ങനെയുള്ളവർ കണ്ടാൽ മതി. ബട്ട് ഐ വിൽ ഡു ജസ്റ്റിസ് ടു മൈ പ്രൊഫഷൻ. പിന്നെ അത് വായിച്ച് തീർന്നിട്ടില്ല. 451 പേജ് എപ്പോൾ വായിച്ച് തീരാനാണ്? ഏറ്റവും കുറേയൊക്കെ നമുക്ക് ഈ കോട്ടഡ് സാധനം റിപ്പീറ്റഡ് ആയിട്ടുള്ളതൊക്കെ നമുക്ക് അവോയ്ഡ് ചെയ്യാം. ദർ ആർ മെത്തേഡ്സ് ഹൗ ടു റീഡ് എ ജഡ്ജ്മെൻറ്റ് വെരി ഫാസ്റ്റ്. ബട്ട് അങ്ങനെ അത്രയ്ക്ക് വലിയ സ്കില്ല് എനിക്കില്ല. ഞാൻ ജഡ്ജിയല്ല, ലൈവ് പ്രാക്ടീസുള്ള വക്കീലുമല്ല. എൻ്റെ ഒരു റിസർച്ച് മൈൻഡ് കൊണ്ട് തോന്നുന്നതാണ്. അതുകൊണ്ട് ഐ ഹാവ് കെപ്റ്റ് ക്വയറ്റ് ഓൺ ദാറ്റ്. ഐ നോ ദ ഡേഞ്ചേഴ്സ് ഓഫ് ദാറ്റ് ജഡ്ജ്മെൻറ്റ്. അപ്പോൾ അങ്ങനെ ഒരു സിനിക്കൽ ആൻഡ് സറ്റേറിക്കൽ വീഡിയോ ആണ് ഞാനത് ചെയ്തത്. ഐ ഹോപ്പ് ഐ ഹാവ് ക്ലാരിഫൈഡ്.
ആൻഡ് എല്ലാവരെയും മനസ്സിലാക്കിക്കാനും പറ്റില്ല. ചിലതൊക്കെ മനസ്സിലായില്ല, ശരി പോട്ടെ. ചിലപ്പോൾ നമ്മൾ ഇങ്ങനെയും പറയേണ്ടി വരും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.